മൗനപ്രണയം അവസാന ഭാഗം. പിന്നെ എല്ലാം കണ്ണടച്ചു തുറക്കും പോലെ ആയിരുന്നു. ഒന്നും ഓർക്കാൻ കൂടെ വയ്യാത്ത അവസ്ഥ. ചുറ്റിലും എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത അവസ്ഥ. അതിരാവിലെ തന്നെ തൻ്റെ കൈയും പിടിച്ച് ശോഭേച്ചിയുടെ മുന്നിൽ ചെന്ന് അവർ പറഞ്ഞ തുക അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സൂര്യ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ അവൻ്റെ കൂടെ ആ വലിയ വീടിന് മുന്നിൽ അവൾ തറഞ്ഞു നിന്നു. അപ്പോൾ ഒരു പുച്ഛത്തോടെ വിശ്വ അവളുടെ മുന്നിൽ വന്ന് കൈയും കെട്ടി അവളെ നോക്കി. നിന്നോടുള്ള സ്നേഹം കൊണ്ടോ സഹതാപം കൊണ്ടോ ഒന്നുമല്ല അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. എനിക്ക് നിന്നോടുള്ള ദേഷ്യം എന്ന് തീരുന്നോ അന്നേ നിനക്ക് ഈ വീട്ടിൽ നിന്നും മോചനമുണ്ടാവുകയുള്ളൂ. അകത്തേക്ക് കയറി പോടി. അലറിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ വിറയലോടെ വലതുകാൽ വെച്ച് കൊണ്ടവൾ ആ വലിയ വീടിനകത്തേക്ക് നടന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഉള്ളിലെ പ്രണയം, തികച്ചും മൗനമായ പ്രണയം, അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് അതിൻ്റെ ഇണയോട് ഒന്നു ചേരാൻ ആഗ്രഹിച്ചു തുടങ്ങി എന്നവൾ അറിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരിചിതരായ അപരിചിതരെ പോലെ അവരവിടെ കഴിഞ്ഞു. പരസ്പരം സംസാരിക്കില്ലെങ്കിലും അവന് വേണ്ടതൊക്കെ അവൾ ചെയ്തു കൊടുത്തു. കാര്യമായുള്ള സംസാരമൊന്നുമില്ലെങ്കിലും അവൾക്ക് വേണ്ടുന്നതൊക്കെ അവനും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുമ്പോൾ അവളിൽ സംശയം മാത്രമായിരുന്നു. തന്നോടുള്ള ദേഷ്യത്തിൽ കൊണ്ടുവന്നിട്ട് എന്തിന് ഇത്രയും പരിഗണന നൽകുന്നു എന്ന്. പക്ഷെ അത് പറയാനുള്ള മനസ്സവനോ ചോദിക്കാനുള്ള ധൈര്യം അവൾക്കോ ഇല്ലാത്തത് കൊണ്ട് ഇരുവരും മൗനത്തിലായിപ്പോയി. എങ്കിലും അവളിൽ ആ കാലം കൊണ്ടവൻ അത്രമേൽ വേരൂന്നി പോയിരുന്നു. എന്നും രാത്രി കമ്പനിയിൽ നിന്നും പണി കഴിഞ്ഞ് ക്ഷീണത്താൽ അവൾ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചു കൊണ്ടവൻ മുറിയിൽ പോയി ഉറങ്ങുമ്പോൾ അവൾ ശബ്ദമുണ്ടാക്കാതെ അവനരികിൽ പോകും. അവനെ ഉണർത്താതെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കൊണ്ടവൾ അവളുടെ സന്തോഷവും സങ്കടവും പരിഭവവുമൊക്കെ അവനോടായി പറയും. അവൻ്റെ നെഞ്ചിൽ പതിയെ ചുംബിച്ച് അവൻ്റെ ഹൃദയതാളം കുറച്ചുനേരം കേട്ട് കിടന്നതിനു ശേഷമായിരിക്കും അവൾ തൻ്റെ മുറിയിലേക്ക് പോവുക. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്തോ ബിസിനസ് ആവശ്യത്തിനായി പോയി വന്ന അവൻ്റെ കൂടെ തിരിച്ചു വരുമ്പോൾ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. വളരെ മോഡേണായി വസ്ത്രം ധരിച്ച, ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുള്ള ഒരുവൾ. സൂര്യയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളും അവനും വീടിനകത്തേക്ക് കയറിപ്പോണത് അവൾ നിറഞ്ഞ കണ്ണാലെ നോക്കി നിന്നു. എല്ലാത്തിനേക്കാളും അവളെ ഞെട്ടിച്ചത് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളാണ്. അവളെ നോക്കുന്ന മിഴികളിലെ തിളക്കവും ചുണ്ടിലെ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയുമാണ്. ഹായ്, ഞാൻ പൂജ നമ്പ്യാർ. കിച്ചണിൽ ഏതോ ലോകത്തെന്ന പോലെ നിന്ന് ജ്യൂസ് അടിച്ചുകൊണ്ട് 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പൂജ ചെറു പുഞ്ചിരിയോടെ പരിചയപ്പെടുത്തിയപ്പോൾ ദച്ചു അവളെ നോക്കി വിളറിയൊരു പുഞ്ചിരി നൽകി. ഞാൻ ദക്ഷ, ജ്യൂസ് എടുക്കൂ. പതറി പറഞ്ഞുകൊണ്ടവൾ ട്രേ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ പൂജ അതിൽ നിന്നൊരു ഗ്ലാസ് കയ്യിലെടുത്തു. അപ്പോൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൾ വേഗം തന്നെ ദേവിനരികിലേക്ക് ചെല്ലാനാഞ്ഞതും പൂജ പെടുന്നനെ അവളെ പിറകിൽ നിന്ന് വിളിച്ചു. ദേവിന് കൊടുക്കാനുള്ള ജ്യൂസാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നേക്കൂ ദശ, ഞാൻ കൊണ്ടുകൊടുത്തോളാം. അവൻ ഫ്രഷ് ആവുകയാണ്. തൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ട്രേയിലെ ജ്യൂസ് കൂടി എടുത്ത് കിച്ചണിൽ നിന്ന് പോകുന്നവളെ നോക്കി തെച്ചു ഒരു നിമിഷം അനങ്ങാതെ നിന്നു. കണ്ണുനീരൊഴുകി കാഴ്ചയെ മറക്കുമ്പോഴും അവൾ അനക്കമില്ലാതെ അങ്ങനെ നിന്നുപോയി. ഇതേ സമയം ദേവിൻ്റെ മുറിയിലേക്ക് ജ്യൂസുമായി കയറി വന്ന പൂജ കാണുന്നത് വാഷ്റൂമിൽ നിന്ന് തലയും തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവനെയാണ്. ആ, നീ ഫ്രഷായോടാ, ദാ ജ്യൂസ് പറഞ്ഞുകൊണ്ടവൾ അവന് നേരെ ഗ്ലാസ് നീട്ടിയപ്പോൾ ദേവിൻ്റെ മിഴികൾ ഒരു വേള അവളെയും കടന്ന ഡോറിലേക്ക് വെറുതെ ഒന്ന് തെന്നി നീങ്ങി. എന്താടാ? ഏയ് ഒന്നുമില്ല, നീ വാ, നമുക്ക് താഴെ പോകാം. ആ, ഓക്കെ. ഇരുവരും ഓരോന്നും സംസാരിച്ചു കൊണ്ട് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് നടന്നു. അവിടെ ഹാളിലായുള്ള സോഫയിലിരുന്നു കൊണ്ട് പൂജ ഓരോ വിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ ദേവ് ഒരു കേൾവിക്കാരനെ പോലെ അവൾക്കരികിൽ തന്നെ ഇരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി കടന്നുപോയി. ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ടുണ്ട്. സംസാരം നീണ്ടുപോയിരിക്കെ ഇടയ്ക്ക് വെച്ചൊരു ഇടർച്ചയുള്ള സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ പൂജയിൽ നിന്ന് മുഖം മാറ്റി മുന്നോട്ട് നോക്കിയ ദേവ് കരഞ്ഞെന്ന പോലെ മുഖമാകെ ചുവന്നു നിൽക്കുന്നവളെ ഒന്ന് നോക്കി. കം പൂജ, ഫുഡ് കഴിക്കാം, ഇപ്പോൾ തന്നെ ലേറ്റായി. കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ
അവളും അവനൊപ്പം എഴുന്നേറ്റപ്പോൾ ദച്ചു വേഗം കിച്ചണിലേക്ക് നടന്നു. ഹേയ് ദക്ഷ, താനിതെവിടേക്കാ? ഫുഡ് കഴിക്കുന്നില്ലേ? അത് ഞാൻ അടുക്കളയിൽ നിന്ന്. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 പേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം, അല്ലേ ദേവ്? ദച്ചുവിനോട് അതും പറഞ്ഞുകൊണ്ട് പൂജ ഒരു ചോദ്യം പോലെ ദേവിനെ നോക്കി ചോദിച്ചു. അവൻ്റെ അടുത്ത് നിന്നൊരു മൂളൽ കിട്ടിയപ്പോൾ ഇരുവരെയും നോക്കിക്കൊണ്ട് ദച്ചു പതിയെ അവർക്കൊപ്പം കഴിക്കാനിരുന്നു. മൂവരും അവരവർക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചു തുടങ്ങി. അല്ല ദേവ്, നീ നമ്മുടെ കാര്യം ദക്ഷയോട് പറഞ്ഞിരുന്നോ? കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പൂജ ചോദിച്ചപ്പോൾ ദച്ചു സംശയത്തോടെ ഇരുവരെയും നോക്കി. പൂജയുടെ ചോദ്യത്തിന് ദേവ് ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ അവൻ്റെ കയ്യിൽ പതിയെ ഒന്ന് തല്ലിക്കൊണ്ട് പൂജ സന്തോഷത്തോടെ ദച്ചുവിനെ നോക്കി. ആക്ച്വലി ദക്ഷ, താൻ ദേവിൻ്റെ നാട്ടിൽ അറിയുന്ന ഒരാളായതുകൊണ്ടും ആരും ഇല്ലാതെ വന്നപ്പോൾ ദേവ് തൽക്കാലം ഇവിടെ കൊണ്ടുവന്നതാണെന്നുമൊക്കെ ഇവൻ പറഞ്ഞ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം നിന്നെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നവളെ ദച്ചു നെഞ്ചിടിപ്പോടെ നോക്കിയിരുന്നു. അരുതാത്തതെന്തോ കേൾക്കാൻ പോകുന്നു എന്നാരോ ഉള്ളിലിരുന്ന് പറയും പോലെ. നിറയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീരിനെ പിടിച്ചടക്കിക്കൊണ്ടവൾ പൂജയെ ഉറ്റുനോക്കി. അതേ ദക്ഷ, താൻ ഉദ്ദേശിച്ചത് തന്നെ. വി ആർ ഗെറ്റിംഗ് മാരീഡ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. ദേവിനെ നോക്കി നാണത്തോടെ പറയുന്നവളെ ദച്ചു ഒരു വേള കണ്ണു തുറച്ചു നോക്കിപ്പോയി. കല്യാണം? കല്യാണമോ? ദേവേട്ടൻ എന്നെ വേണ്ടേ? എന്നെയല്ലേ ഏട്ടനിഷ്ടം? ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടമെല്ലാം ഇല്ലാതായോ? ഞാനിപ്പോൾ ആ ഹൃദയത്തിൽ ആരുമല്ലെന്നോ? ഹൃദയം കയ്യിലെടുത്ത് പിടിച്ച് ഞെരിക്കുന്നത് പോലൊരു വേദന അവളുടെ ശരീരമാകെ പടർന്ന് കയറാൻ തുടങ്ങി. കൺമുന്നിൽ പരസ്പരം പുഞ്ചിരിയോടെ നോക്കിയിരിക്കുന്ന 2 പേർ, അവരിലെ പ്രണയം. ശരീരം കുഴഞ്ഞു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ മുന്നിലുള്ള പ്ലേറ്റുമായി ടേബിളിൽ കൈതാങ്ങിക്കൊണ്ടവൾ മെല്ലെ എഴുന്നേറ്റു. താനെന്താടോ എഴുന്നേറ്റേ? കഴിക്കുന്നില്ലേ? വേണ്ട, മതിയായി. നിങ്ങൾ കഴിച്ചോ? ഇടറി പറഞ്ഞുകൊണ്ട് കാലുകൾ വലിച്ചുകൊണ്ട് കിച്ചണിലേക്ക് ഓടുന്നവളെ ഇരുവരും നോക്കിയിരുന്നു. കിച്ചണിലേക്ക് ഓടിയെത്തിയ ദച്ചു കയ്യിലെ പാത്രം സിങ്കിലേക്ക് എറിഞ്ഞുകൊണ്ടൊരു നിമിഷം അങ്ങനെ നിന്നു. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. ദേവ് അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലെന്നും അവനിപ്പോൾ വേറൊരു കുട്ടിയെ പ്രണയിക്കുന്നു, വിവാഹം ചെയ്യാൻ പോകുന്നു എന്നൊന്നും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുന്നിലുള്ള എല്ലാ പ്രതീക്ഷയും ജീവിതവും അവസാനിച്ചതുപോലെ അവൾക്ക് തോന്നി. ഞാനിനി എന്തിന് ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം? ആരുമില്ലാതായിരിക്കുന്നു. എനിക്കാരുമില്ലാതായിരിക്കുന്നു. ജീവനെ പോലെ സ്നേഹിച്ച ദേവേട്ടന് പോലും എന്നെ വേണ്ടാതായി. അതിനും കാരണക്കാരി ഞാനായിരുന്നല്ലോ. ഇല്ല, എനിക്കിനി ജീവിക്കേണ്ട. ഇല്ല ദേവേട്ട, നിങ്ങൾ വേറൊരു പെണ്ണിനെ സ്വന്തമാകുന്നത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോകുക. ദേവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്ത് നിന്നേ പോവുക. എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടവൾ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലവൾ മുഖം അമർത്തി തുടച്ച് നിലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവിടമാകെ കണ്ണോടിച്ചു. ഒടുക്കം അവളുടെ നോട്ടം അവിടെ ഒരു മൂലയിലായി വെച്ചിരിക്കുന്ന കത്തിയിൽ ചെന്നെത്തിയപ്പോൾ വല്ലാത്തൊരു വെപ്രാളത്തോടെ അവൾ അതെടുത്ത് മുറുകെ പിടിച്ചു. ശേഷം ആ കത്തി ഉയർത്തി കയ്യിലെ ഞരമ്പിലേക്ക് അടുപ്പിച്ച് വരയാനായുമ്പോൾ അവളിൽ ദേവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. കണ്ണിറുക്കി അടച്ചുകൊണ്ടവൾ കത്തി കയ്യിൽ പതിപ്പിച്ചപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്നാരോ അത് ബലമായി വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതിൻ്റെ ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ടവൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മുന്നിൽ കളിയോടെ നിൽക്കുന്ന ദേവിനെയും അവനൊപ്പം വായും പൊത്തി നിൽക്കുന്ന പൂജയെയുമാണ്. എന്താടി നീ ചെയ്യാൻ പോയേ? പറ, നീ എന്താ ചെയ്യാൻ പോയത്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറ്റട്ടെ. എന്തിനാ ദേവേട്ട എന്നെ തടഞ്ഞത്? ആർക്കും ഭാരമാകാതെ ഞാൻ അങ്ങ് പോവില്ലായിരുന്നോ? അവനെ പറയാൻ സമ്മതിക്കാതെ കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞപ്പോൾ ദേവ് നെറ്റിയിൽ കൈ ചേർത്തൊന്ന് തടവിക്കൊണ്ടവളെ നോക്കി. പിന്നെ ഒരു വലിയിൽ അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. നീ പോയാൽ ഞാൻ എങ്ങനെയാടി ദച്ചു ജീവിക്കുക? എൻ്റെ ജീവനല്ലടി നീ. കണ്ണ് നിറഞ്ഞ് ഇടറിക്കൊണ്ടവൻ പറഞ്ഞപ്പോൾ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ടവൾ കരയാൻ പോലും മറന്നുകൊണ്ടവനെ മിഴിച്ചു നോക്കി. എന്നാലും എൻ്റെ ദക്ഷ,
ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ എന്ത് ചെയ്യുമെടോ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ എന്നെ കൊന്നേനെ. അവർക്കരികിൽ ചെന്നുകൊണ്ട് പൂജയും പറഞ്ഞപ്പോൾ ദച്ചു ഒന്നും മനസ്സിലാവാതെ അവൾ ഇരുവരെയും നോക്കി. നോക്ക് ദേവ്, ഇവളാകെ അമ്പരന്ന് നിൽക്കുന്നത്. ആൾക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് ദക്ഷേ, ഈ നിൽക്കുന്ന സൂര്യദേവിൻ്റെ പ്രാണനാണ് നീ. ഇവൻ്റെ പ്രണയം. അതുകൊണ്ടല്ലേ ഇവൻ തേടി പിടിച്ചു വന്ന് നിന്നെ സ്വന്തമാക്കിയത്. നിനക്കതുപോലും മനസ്സിലാകുന്നില്ലേ? ദേവൊന്നും മിണ്ടാത്തത് കണ്ട പൂജ പുഞ്ചിരിയോടെ അത് പറഞ്ഞപ്പോൾ ദച്ചു കരഞ്ഞുകൊണ്ട് ചിരിച്ച് ദേവിനെ നോക്കി. അപ്പോൾ ഇരുവരുടെയും കണ്ണിൽ കണ്ണിൽ നോക്കിയുള്ള നിൽപ്പ് കാണെ പൂജ മെല്ലെ അവിടെ നിന്ന് മാറിക്കൊടുത്തു. എന്നാൽ അതൊന്നും അവർ അറിഞ്ഞുകൂടിയില്ല. ദേവേട്ടാ, ദച്ചു. അവളെ ഒന്നാകെ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ടവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കൊണ്ടവൾ ആർത്ത് കരഞ്ഞു. പക്ഷേ അതവളുടെ സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഒരുപാട് നേരം അവളവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു. അവളെ അകറ്റി മാറ്റാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവനും നിന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ആചാരവിധികളോട് കൂടി അവളെ താലിചാർത്തി സ്വന്തമാക്കുമ്പോൾ ഇരുവരിലും മനസ്സ് നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു. അവരുടെ കൂടെ എല്ലാത്തിനും സന്തോഷത്തോടെ പൂജയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സദ്യയും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ ശേഷം പൂജ യാത്ര പറയാനായി ഇരുവർക്കും ഒപ്പം ചെന്നു. സത്യം പറഞ്ഞാൽ ഇവൻ നിങ്ങളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവൻ്റെ ഐഡിയ ആയിരുന്നു നിന്നെ ഇട്ട് വട്ടം കറപ്പിക്കാമെന്ന്. അതിങ്ങനെയൊക്കെ ആയിത്തീർന്നു. എന്നാലും ഞാൻ ഹാപ്പിയായി. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞല്ലോ. ഇനി ഞാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ തന്നെ തിരിച്ചു പോവാ. നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പാവാൻ താല്പര്യമില്ലാത്തോണ്ടാ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പൂജ ദക്ഷയെയും സൂര്യയെയും കെട്ടിപ്പിടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാൻ ചേച്ചി. ഇല്ലടാ, എനിക്കങ്ങനെ ലീവ് എടുക്കാനാവില്ല. പ്രത്യേകിച്ച് ഇവൻ കൂടി ഇല്ലാത്ത സമയം. ബട്ട് ഡോണ്ട് ബി സാഡ്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഞാൻ വരാം. ഓക്കെ? എന്നാൽ ഓക്കെ സൂര്യ. ഓക്കെ പൂജ, സി യു സൂൺ. അവിടെ എത്തി മെസ്സേജ് അയക്കൂ. അവളെ നോക്കി സൂര്യയും പറഞ്ഞപ്പോൾ പൂജ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. പിന്നെ അധികം നേരം നിൽക്കാതെ സൂര്യയും ദച്ചുവും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. നിലവിളക്ക് തരാനോ സ്വീകരിക്കാനോ ആരുമില്ലാതെ അന്ന് അവൻ്റെ കൂടെ ആദ്യമായി അവിടെ വന്നപ്പോൾ ഉള്ളതുപോലെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ അവനോടൊപ്പം അവൾ വലത് കാൽ വെച്ച് അകത്തേക്ക് കയറി. നമുക്ക് കുറച്ചു നേരം കിടക്കാൻ ദച്ചൂട്ടി. രാവിലെ മുതലുള്ള നിൽപ്പല്ലേ. ഉടുത്തിരുന്ന സാരിയും ആഭരണങ്ങളിലും ആകെ വിങ്ങി നിൽക്കുന്നവളെ നോക്കി സ്നേഹത്തോടെ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ദച്ചു വേഗം ശരിയെന്ന പോലെ തലയാട്ടിയിരുന്നു. അത് കണ്ടൊരു പുഞ്ചിരിയോടെ അവൻ അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. അവൾക്കിടാനായി ആവശ്യമുള്ളതൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടവൻ അവളെ ഫ്രഷ് ആവാനായി വിട്ടു. ശേഷം അവനും തൊട്ടടുത്തുള്ള മുറിയിൽ പോയി ഫ്രഷായി വന്നു. അവൻ ഫ്രഷായി വന്നിട്ടും അവളുടേത് കഴിഞ്ഞില്ല എന്ന് കണ്ട അവൻ ഫോണുമായി നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു. അതിൽ പൂജയ്ക്ക് മെസ്സേജ് അയച്ചും മറ്റ് ബിസിനസ് സംബന്ധമായ മെസ്സേജൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നതിനിടയിലാണ് തൊട്ടരികിൽ ഒരനക്കം പോലെ തോന്നിയത്. മെല്ലെ തലചരിച്ച് നോക്കിയ അവൻ പുഞ്ചിരിയോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടപ്പോൾ അവളെ നോക്കി കണ്ണാലെ അരികത്തിരിക്കാൻ പറഞ്ഞു. അത് കണ്ട അവൾ അവനരികിലായിരുന്നതും അവൻ കയ്യിലെ ഫോൺ മാറ്റി വെച്ച് കൊണ്ടവളെ ഇരു കയ്യാലെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ദേവേട്ടാ, എന്താ ദച്ചുട്ടി? ഏട്ടൻ എങ്ങനെ അറിഞ്ഞു ഞാൻ അവിടെയാണുള്ളത് എന്ന്? ഉള്ളിൽ കുറേ നാളായുള്ള ചോദ്യത്തിന് ഉത്തരം അറിയാൻ എന്നോണം അവൾ അവനെ നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അറിയണോ? അവൻ്റെ ചോദ്യത്തിന് അവൾ മെല്ലെ മൂളി. അതോ, എൻ്റെ ഈ ദച്ചുട്ടി അന്ന് അങ്ങനെയൊക്കെ എൻ്റെ മുഖത്തടിച്ചു കൊണ്ട് പറഞ്ഞതിന് ശേഷം പിന്നെ നിൻ്റെ പിറകെ വരരുത്, നോക്കരുത് എന്നൊക്കെ കരുതിയതാ. പക്ഷെ ഇടയ്ക്കിടെ അറിയാതെ എന്നെ തേടി വരുന്ന നിൻ്റെ മിഴികൾ കണ്ടപ്പോൾ, മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം അതിലെ തിളക്കം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിനക്കെന്നോട് പ്രണയമാണെന്ന്. മൗനമായ പ്രണയത്താൽ നീ എന്നെ നോക്കുന്ന ഓരോ നിമിഷവും എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ നിനക്കെൻ്റെ കാര്യമറിയാലോ, ഞാനൊരനാഥനാണ്. ചെറിയമ്മയും ചെറിയച്ഛനുമൊക്കെ പേരിന് മാത്രമുള്ളതുപോലെയാണ്. അതിനിടയിൽ എനിക്കൊരു ജോലി പോലും ഇല്ലാതെ നിന്നെ കൂടെ കൂട്ടിയാൽ ശരിയാവില്ലല്ലോ. അതാ വളരെ കഷ്ടപ്പെട്ടിട്ടായാലും നല്ല നിലയിലെത്താൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. ആഗ്രഹിച്ച പോലെ എല്ലാം നേടി എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ വന്നപ്പോഴായിരുന്നു നിൻ്റെ അമ്മയുടെ മരണവും നിന്നെ അവർ കൊണ്ടുപോയതുമൊക്കെ നടക്കുന്നത്. പിന്നെ ഒരു നിമിഷം പോലും എൻ്റെ മുന്നിലില്ലായിരുന്നു പെണ്ണെ. അവിടെ ആ ഒരു അവസ്ഥയിൽ നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തതും പറഞ്ഞതും. പിന്നെ അതിൽ നിന്നോടുള്ള എൻ്റെ ഒരു ചെറിയ പരിഭവം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ.
പക്ഷേ ഇവിടെ എൻ്റെ ഒപ്പം നീ വന്നത് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് പെണ്ണേ. ഞാൻ കാണാതെയുള്ള നിൻ്റെ നോട്ടവും ഉറങ്ങുമ്പോൾ ഞാൻ അറിയാതെ അരികിൽ വന്ന് കിട്ടുന്നുള്ള നിൻ്റെ സ്നേഹവുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പെണ്ണേ. അങ്ങനെ ഒട്ടും വയ്യാതെ തോന്നിയപ്പോഴാണ് ഞാൻ ഈ പൂച്ചപ്പെണ്ണിന് മുന്നിൽ എൻ്റെ പ്രണയം പറഞ്ഞ് സ്വന്തമാക്കിയത്. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടവനെ കെട്ടിപ്പിടിച്ചിരുന്നു. രണ്ടുപേരിലും പ്രണയം നിറഞ്ഞ നിമിഷം, രണ്ടുപേരും ആ പ്രണയം അതേ ആഴത്തിൽ തിരിച്ചറിഞ്ഞ നിമിഷം. അവൻ്റെ ചുംബനങ്ങളാൽ അവൾ പൂത്തുവിടർന്നു. അവൻ്റെ കരളാനത്താൽ അവൾ തരളിതയായി. ഒടുക്കം ആ രാത്രിയുടെ നിലാവിൽ തൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നവളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അവളിൽ ലയിച്ചു ചേർന്നു, മൗനമായ ഒരു പ്രണയം പോലെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മൗനപ്രണയം എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും 2 പാർട്ടും വായിച്ച് അഭിപ്രായം അറിയിക്കണേ.